ഓ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഞങ്ങൾ വലിയ പ്ലാനൊന്നും ഇല്ലാണ്ട് നമ്മളൊരു സൺഡേ ഈവനിങ്ങിൽ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് വന്നിരിക്കുക കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണെന്നുള്ളത് ഈ ഏരിയ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. സ്ഥിരമായിട്ട് പോകുന്ന ആളുകളുണ്ടാവും. നമ്മളൊരു പിൽഗ്രിം വിസിറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മളൊരു നേർച്ച നേർന്നായിരുന്നു. അപ്പോൾ ആ നേർച്ച ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നാളുകളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ സൺഡേ ഈവനിങ് ആയപ്പോഴേക്കും ഉം, കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയേക്കാന്ന് കരുതി ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാ. വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ദേ ഇത് പുണ്യാളൻ്റെ തിരുശേഷിപ്പ് നാവിൻ്റെ ഇതാട്ടോ നേർച്ചയൊക്കെ നേരുന്നവർക്ക്. അങ്ങനെ ദേ നമ്മുടെ നേർച്ച ഇതായിരുന്നു കേട്ടോ. നമ്മുടെ പുണ്യാളൻ്റെ ഉടുപ്പിട്ടിട്ട് കുഞ്ഞിനെ പള്ളിയിൽ കയറ്റിയേക്കാം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുഞ്ഞുവാവ നടന്നിട്ട് അത് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. കാരണം നടന്നിട്ട് അവൻ ആ ഉടുപ്പിട്ടിട്ട് പള്ളിയിൽ കയറുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. കാരണം നമുക്ക് കുഞ്ഞുവാവ ആൺകുട്ടി ആയിരിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങൾ. അപ്പം നമ്മുടെ അന്തോണീസ് പുണ്യാളനുണ്ട് നമ്മുടെ ചിട്ടിക്കാട് പള്ളിയിലെ ഒരു നേർച്ചയാട്ടോ ഇത്. അപ്പം ഞങ്ങളത് നേർന്നായിരുന്നു. അപ്പം ഞങ്ങളാണെങ്കിലും ചെട്ടിക്കാട് പള്ളിയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടികളാണെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ പള്ളിയിൽ വരുന്നത്. അപ്പോൾ ആ പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ആ ഒരു ആംബിയൻസും മൊത്തത്തിൽ കുറച്ച് കുറച്ച് നല്ല ഏരിയ ഉണ്ടായിരുന്നു ആ പള്ളിയിൽ. അപ്പോൾ അതേ കുഞ്ഞോൻ നമ്മുടെ അപ്പേനെ അന്വേഷിച്ച് പോവാട്ടോ. അങ്ങനെ നമ്മൾ ഈ പള്ളിയിലേക്ക് കയറാണ്. ഇത് നമ്മുടെ ഇതാണ് പള്ളി. പിന്നെ അപ്പുറത്ത് നമ്മുടെ തിരുശേഷിപ്പ് വെച്ചിരിക്കുന്ന ഒരു ആരാധന പള്ളിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ കയറി. ഇവിടെ കയറുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ആള്. അവിടെ അറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞു നമ്മൾ അൾത്താരയുടെ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കൈ ഊപ്പി പിടിച്ച് കുരിശ് വരയ്ക്കാൻ നേരത്താണ് ആൾ ദേ വേറൊരു ഏരിയ കണ്ടത്. അതായത് ആ ഡോറിൽ കൂടി ഞങ്ങളൊന്നും കണ്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിർത്താനും പ്രാർത്ഥിക്കാനൊന്നും ഞങ്ങൾ ഇരുത്തുന്നേ ഉണ്ടായില്ല. ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. കാരണം ആൾക്ക് ഇത് ഞാൻ കാണിച്ചൊക്കെ കൊടുത്തു. അതേ പുണ്യാളൻ കണ്ട കൊച്ചു അതുപോലെ പുണ്യാളൻ്റെ ഉടുപ്പ് പോലെയല്ലേ ഇട്ടേക്കണേന്നൊക്കെ പറഞ്ഞ് ആൾക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം ആ ഡോറിൻ്റെ ഇടയിലൂടെ ആളൊരു സംഭവം കണ്ടായിരുന്നു. അതായത് ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കട കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണുമ്പോഴേക്കും ബോള് എന്ന് പറയും. സാധാരണ ഇവന് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇവൻ്റെ ഫേവറേറ്റ് ആണ് വണ്ടികളും ബോളും. അപ്പോൾ ബോളൊക്കെ എവിടെ കണ്ടു കഴിഞ്ഞാലും അവന് പെട്ടെന്ന് മനസ്സിലാവും, എത്ര ദൂരെ നിന്നാലും. അപ്പോൾ എന്ത് ചെയ്താൽ നമ്മൾ അടുത്ത ആരാധനാലയം തിരുശേഷിപ്പ് വെച്ചിരിക്കുന്ന ആരാധനാലയത്തിലേക്ക് അവൻ കയറുന്നേ ഉണ്ടായില്ല. ഞങ്ങൾ കുറേ ശ്രമിച്ചു നോക്കി. പക്ഷെ വിട്ടടിച്ച് പോവുക. അവസാനം റോട്ടിലേക്ക് പോകുന്നുള്ള കണ്ടീഷനിലേക്കൊക്കെ വന്നു കേട്ടോ. ഞങ്ങൾ വിളിച്ചിട്ടൊന്നും വന്നില്ല. ഈ വഴക്കിട്ട് പോകുന്ന പോലെ ഒരു പോക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നേച്ചതേ. അപ്പോൾ പിന്നെ വേറെ വഴിയൊന്നുമില്ല. പിന്നെയും ഞങ്ങൾ ട്രൈ ചെയ്തു കയറാനായിട്ട്. ആളവിടെ ചെന്ന് കയറി ഒന്ന് പ്രാർത്ഥിക്കണമല്ലോ. പക്ഷേ അപ്പോഴും ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് ഒന്നിനും സമ്മതിക്കുന്നില്ല. ആൾക്ക് ആ ബോള് വാങ്ങണം. പിന്നെ ഒന്നും ഞങ്ങൾ നോക്കിയില്ല. നേരെ എന്തായാലും ആ ബോള് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിയേക്കാം. വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പള്ളിയിൽ കയറ്റാമെന്ന് കരുതി. അപ്പോൾ ദേ നമ്മൾ ആദ്യത്തെ ഒരു കടയിൽ കയറി കേട്ടോ. 2 കടയേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു ചേച്ചിയും അപ്പുറത്തെ ഒരു ചേട്ടനുമാണ് വിൽക്കുന്നത്. അപ്പോൾ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചിയൊക്കെ നല്ല ചേച്ചിയായിരുന്നു കേട്ടോ. ഒരു പാവം ചേച്ചിയായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ഏത് വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു എന്ന് തോന്നുന്നു. കുറേ സാധനങ്ങൾ കാണിച്ചിട്ടും അവൻ ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. ഒരെണ്ണം കാണും, പിന്നെ അത് കഴിഞ്ഞ് അടുത്തയിലേക്ക് പോവും. അങ്ങനെ. പക്ഷേ ഇവിടെ വിലക്കുറവായിരുന്നു കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് കയറിയ കടകളിലൊക്കെ അല്ലെങ്കിൽ കടകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോഴും പെരുന്നാളിന് സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാളൊക്കെ ഓൾമോസ്റ്റ് എല്ലാത്തിനും 50 രൂപ 100 രൂപ ആ റേഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ വാങ്ങിയ എല്ലാ കളിപ്പാട്ടത്തിനും 100 രൂപ റേഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് എന്താ പറയുക, ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. ഇത്രയും വിലക്കുറവിനൊന്നും നമ്മൾ ഒരു സാധനങ്ങൾ കണ്ടില്ല. ഈ ബൊമ്മ കുട്ടികൾക്കൊക്കെയും 100 രൂപ 120 രൂപ അത്രയൊക്കെ തന്നെയുള്ളൂ. അത്രയും വിലക്കുറവിനൊക്കെ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ അന്വേഷിച്ച് കൊടുത്തൊന്നും, അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് വാങ്ങിയ കടകളിലൊന്നും പെരുന്നാൾ സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും ഒന്നും നമുക്ക് ഇത്രയും വിലക്കുറവിനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല വിലക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഡെറിക്കിൻ്റെ പപ്പ കുറേ സാധനങ്ങൾ വാങ്ങിയായിരുന്നു കേട്ടോ. അവന് ഒരു ഓട്ടോറിക്ഷ, ഒരു ആംബുലൻസ്, പിന്നെ 2 ഗണ്ണ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. അപ്പം കുറേ സാധനങ്ങൾ വാങ്ങി കൂട്ടി. അപ്പുറത്തെ കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അടുത്ത നമ്മുടെ തിരുശേഷിപ്പിരിക്കുന്ന ആരാധനാലയത്തിൽ നിന്നും കൂടി നമ്മൾ കയറി കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാട്ടോ. ഒരു ജോഡി 10 രൂപ ഉണ്ടായുള്ളൂ കമ്മലിന്. നല്ല കമ്മലുകളല്ലേ, നമുക്ക് ഈ 10 രൂപയ്ക്കൊന്നും ഇത്രയും നല്ല കമ്മലുകളൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വാങ്ങിയതാട്ടോ ഈ കമ്മലുകൾ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ അന്തോണീസ് പുണ്യാളൻ്റെ 2 ചർച്ചിൽ നമ്മൾ കയറി. നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉടുപ്പ് നമ്മൾ തിരിച്ചു കൊടുക്കണം. ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടും ഈ ഉടുപ്പ്. എല്ലാ സൈസിനും ഉള്ളതും ഏകദേശം അവിടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ആരെയാണോ നേരുന്നത് ആ ആൾക്കുള്ളത് അവിടെ ചെന്ന് ഓഫീസിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഉടുപ്പ് കിട്ടും. അപ്പോൾ ഈ ഉടുപ്പൊക്കെ ഊരി അത് നമ്മൾ ആ നേർച്ചയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ ഉണ്ടാവും, പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഓഫീസുള്ളത്. അപ്പോൾ ഓഫീസിലേക്ക് നമ്മൾ ഉടുപ്പ് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കുകയാണ്. അവിടെ തന്നെയാണ് കേട്ടോ നാവിൻ്റെ നേർച്ചയുണ്ടെങ്കിൽ അത് പള്ളി ചുറ്റി കയറ്റുന്ന നേർച്ചയൊക്കെ ഉണ്ട്. അപ്പം ഈ പള്ളിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇതിൻ്റെ നേർച്ചയും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ്ലി കാണണം. ഈ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിട്ടിക്കാടാണ് നമ്മുടെ മാലിങ്കര ചിട്ടിക്കാട് പറൂര് ഭാഗത്താണ് കേട്ടോ ഈ പള്ളി വരുന്നത്. അപ്പം ഒരുപാട് ആരാധനയും ഒരുപാട് വിശ്വാസമുള്ള ഒരുപാട് ആളുകൾ വരുന്ന പള്ളിയാണ്. അപ്പോൾ പള്ളിയോട് ചേർന്ന് തന്നെ പാർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അവർ പിന്നെ അത് കഴിഞ്ഞിട്ട് പാർക്കിലാണ് കേട്ടോ എൻജോയ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം പാർക്കൊക്കെ ഉള്ളൊരു പള്ളി കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, പാർക്കുള്ള പള്ളിയൊക്കെ നമ്മൾ കാര്യമായിട്ട് കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് പിള്ളേർ കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ആ പള്ളിയിൽ നിന്ന് വന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് നിങ്ങൾ മറക്കാതെ കാണണം. പള്ളിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോൻ്റെ അവസാനം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്.